അപ്പോൾ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടറിഞ്ഞോളി. കാരക്ക ജ്യൂസാണെന്ന്. കാരക്ക ജ്യൂസാണ് ഞങ്ങൾ അടിക്കാൻ പോകണം. ആമിക്ക് പനിയായിരുന്നു. ഇപ്പോൾ പനി ആ കുട്ടീൻ്റെ പനിയൊക്കെ മാറി. കാരക്ക വേവിക്കാൻ എന്താക്കണം വെച്ചിട്ടുണ്ടല്ലേ. ഇമ്മ തുറക്കാണ്ട്. പിന്നെ റിനൂസിന് നേരമില്ലാത്തോണ്ട് കേട്ടോ മുണ്ട കെട്ടത് തലയിൽ ഷാളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ബത്തൊക്കെ ഉണ്ട്. അവൾക്ക് ബത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറിയൊരു പൂതിക്ക് വേണ്ടി വാങ്ങിയതാണ്. ചങ്ങായി തന്നാണ്. പിന്നെ നമ്മളെ ചിക്കൻ അടുപ്പത്തുണ്ട്. പൊറാട്ട അവിടെ കേസറോളിലുണ്ട്. പൊറാട്ട കേട്ടോ. നമ്മള് വേറെ ഒന്നും വെറുതെ വിളിച്ചാണ്. അങ്ങനെ കേരക്ക ജ്യൂസ് അടിച്ചണം. ഇതാണ് പാല് കായ്. കേരക്ക ജ്യൂസ് അടിച്ചണം പറയാം. തുറക്കാനില്ല. ഇതിപ്പോ എന്താ വെച്ചാൽ നമുക്ക് പനിയൊക്കെ ആയതുകൊണ്ടേ എന്താ പറയാ വെറുതെ വിളിച്ചതാ. കാരണം സന്തോഷമാവുമല്ലോ. ഇതിക്കിടാൻ നിൽക്കാനാണ് ഞാൻ. ഇത് മല അടിഞ്ഞുകൊണ്ടിരിക്കോട്ടെ. ആട് പത്തക്കത്തൊലി തിന്നു. ബാക്കിയുള്ളൊക്കെ പുറത്ത് കിട്ടും. നേരത്തെ കഴിച്ചിട്ട് ഞാനേ കേട്ടോ ആദ്യമല്ല ആമി തെറ്റിദ്ധരിക്കും. ഞാനാണ് ആദ്യമാണ്. നോക്കൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും നോമ്പുണ്ട്. അതായിട്ടുണ്ടാവില്ലേ? ഓഫായിക്കോ. നമ്മുടെ കേരക്ക വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ജ്യൂസ് അടിക്കണമെന്നുണ്ടെങ്കിൽ അത് തണുക്കണം. അല്ലാതെ പറ്റൂല. പക്ഷെ മധുരണ്ട് വത്തക്ക നാമിമോള് പറഞ്ഞത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചങ്ങായിൻ്റെ അടുത്ത് തന്നെ വാങ്ങിയപ്പോൾ നല്ല നല്ല മധുരമുള്ള വത്തക്കയാക്കാനും. മതി. നമ്മളിനി ജ്യൂസ് അടിച്ചപ്പോൾ കാണിച്ചു തരാം. വത്തക്ക നിങ്ങൾ ഷീറ്റ് ഉണ്ടോ നമ്മളെ വണ്ടിന്റെ? അതല്ല പറഞ്ഞേ, ഈ വണ്ടിന്റെ ഷീറ്റ്. വണ്ടിക്ക് നേരെ ഷീറ്റ് അടിച്ചല്ലോ. ഉണ്ടാ നമ്മൾ പുതിയ വണ്ടിക്ക് ഷീറ്റ് അടിച്ചിട്ടോ. ഇല്ല സൂപ്പറായി. ഇന്നലെ രാത്രി ഇട്ടേക്കേനി. അങ്ങനെ നമ്മൾ വണ്ടിക്ക് ഷീറ്റ് അടിച്ച്. ഇമ്മ വിചാരിച്ചത് ഏത് ഷീറ്റ് അറിയോ? ഇതാ കാറ്റ് നമ്മൾ ദാർപ്പായി ഷീറ്റ് കീറിപ്പോയിട്ടോ. വാങ്ങി കൊടുക്കാനായി. എന്താ ആമി നോമ്പ് പറ്റിയിട്ട് ആമി മോളെ മുഖത്തെ കാണിച്ചു തരാം. കണ്ടോ ചൂടുകുരു അല്ലേ? ചൂടുകുരു കണ്ടോ നമുക്ക്. ആമിമോള് മേത്ത് ചൂട് കുരു. ഇമ്മ പറഞ്ഞു നമ്മളെ കറിവേപ്പിലൻ്റെ എന്ന് നനച്ച് കൊടുക്കണ്ടെന്ന്. നമുക്കൊരു നിങ്ങൾക്ക് കാണിച്ചോ. ഈ ഓല നട്ടതായിരുന്നു കേട്ടോ. ഈ ഓല നട്ടിട്ട് ഈ ഓല ഉണ്ടായത്. എവിടെയെങ്കിലും അങ്ങനത്തെ ചരിത്രമുണ്ടോ? നമ്മൾ ഷീറ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു കാറ്റുമായി ഉണ്ടായി അറിയില്ല നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ. അപ്പം നമ്മൾ ഷീറ്റ് പൊട്ടിപ്പോയതൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ തുരുമ്പിച്ച് കീറിപ്പോയില്ലേ? അതെ, തുരുമ്പിച്ച് കീറിപ്പോയി. അതിൻ്റെ പുറത്തേക്ക് എടുത്തണം. പുറത്തേക്ക് എടുത്തോ. അങ്ങനെ നമ്മൾ വണ്ടിൻ്റെ ഷീറ്റൊക്കെ കംപ്ലീറ്റ് ആക്കി സാറാക്കി. എന്താ കാറ്റ് ആര് ഓൾക്ക് പേടിയാവൂലേ? എന്നാടോ എങ്ങോട്ട് എവിടേക്ക് പോയി? നമ്മളെ അമ്മിമോളെ മുഖം നോക്കി ആകെ വൃത്തികേടായി. ഒന്ന് പോയോക്ക്. വെല്ലൊന്ന് മുന്നിൽ കൊടുത്ത് നോക്ക്.
വീണോക്കട്ടോ. നമ്മൾ ഇഞ്ചി ഇട്ട ചായ, നമ്മൾ ഇഞ്ചി ഇട്ടാണ് ചായ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഞാൻ അതിനായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഇഞ്ചി കൊടുന്ന് വെച്ചാണ് ആദ്യം. ഇഞ്ചി മാത്രം നമ്മൾ ക്യാൻസർ അങ്ങനെ രോഗങ്ങൾക്ക് പ്രതിരോധിക്കണം, നല്ലതായിട്ട് പ്രതിരോധിക്കും കേട്ടോ ഇഞ്ചിട്ട് ചായ. ഇഞ്ചി എല്ലാത്തിലും ചേർത്താൽ. ഇതൊക്കെ നമ്മൾ ചിക്കൻ കറി പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് കൊടുന്നൊക്കെയാണ് പറഞ്ഞല്ലോ. അപ്പം ചുട്ടാൽ നമുക്ക് പള്ളിക്കന്ന് കിട്ടിയ പൊടി അപ്പം ചുട്ടിട്ട് കിട്ടുന്നില്ല. ഞാൻ എന്താ അറിഞ്ഞൂടാ, അപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പൊറോട്ട കൊടുന്നു. ഇനി നമ്മൾ ചായപ്പൊടി ഇടട്ടെ കേട്ടോ ഗൈസ്. കാരക്ക നമ്മൾ ജ്യൂസ് അടിച്ചാൻ വേണ്ടിയാണ് വേവിച്ച് വെച്ചത്. അപ്പോൾ കാരക്ക ജ്യൂസ് അടിക്കുക കേട്ടോ. അപ്പോൾ അതാക്കണേ കാരക്ക ജ്യൂസ് അടിച്ച് പിന്നെ എന്താ പറയുക, ആദ്യം മുറുക്ക പിടിക്കണം, എന്താ പറയുക, തെറിച്ച് പോകാൻ വേണ്ടിയിട്ട്. ആമിമോളുണ്ടില്ല വിട്ട് നിൽക്കണം. ആമിമോൾക്ക് മിക്സിൻ്റെ സൗണ്ട് ഭയങ്കര പേടിയാട്ടോ. നമ്മളെ കാരക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ടല്ലോ റിനോ. എങ്ങനെയുണ്ട് റിനോ കാരക്ക ജ്യൂസ്? നല്ല രസമുണ്ട്, അടിപൊളി. ഏലക്കായൊക്കെ ഇട്ടിട്ട് ഉമ്മ കൊടുക്കണേ. ഓൾക്ക് രണ്ടാക്കുള്ള, അപ്പോൾ കുറേ കൊടുക്കണം. ഒരു 2 ആളാണ് കുടിക്കണത്. അപ്പം നമ്മൾ കാരക്ക ജ്യൂസ് കൊണ്ടായിട്ട് നമ്മൾ നോമ്പറന്ന് ഫസ്റ്റ് മധുരട്ടിട്ടില്ല. അതാണ് രസം. അടിപൊളിയായിട്ടുണ്ട്. അതെ. അപ്പോൾ ഗായ്സ് നമ്മൾ നോമ്പ് വെക്കാട്ടോ. പഴംപൊരി, പൊറോട്ട, ചിക്കൻ കറി, ഇത് എന്താ വത്തക്ക, ചായ, പിന്നെ ജ്യൂസ് കുടിച്ചില്ലേ. അപ്പം അയ്യമോൾ ഇതാക്കണോടെ. അയ്യമോളെ കയ്യിലെന്തമ്മ ഞാൻ ഇരിക്കട്ടെ കേട്ടോ. അതിനെന്ത് പറ്റിയറിയില്ല. ആമിമോൾക്ക് ഒരു തുച്ചീരുണ്ട്. ഇപ്പം ഇന്നത്തെ നോമ്പ് തുറങ്ങനെ